ഹായ് എല്ലാവർക്കും നമസ്കാരം. അടുത്തൊരു ഷോർട്ട് വീഡിയോയിലേക്ക് സ്വാഗതം. സെറ്റിന് വേണ്ടിയിട്ടുള്ള MCQ അതുപോലെ തന്നെ PYQവിൻ്റെ ഒരു ഒരു പെട്ടെന്നുള്ള ഒരു സർജൻസിൽ നമ്മൾ ചെയ്യുന്ന വീഡിയോ ആണ്. സോ എന്തായാലും നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് തന്നെ പോവാം. ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ടിങ് വിത്ത് ഡേവിഡ് മലോഫ്സ് ആൻ ഇമാജിനറി ലൈഫ് റീടെൽസ് ദ എക്സൈൽ ഓഫ് വിച്ച് ക്ലാസിക്കൽ പോയറ്റ്. നല്ലൊരു ചോദ്യമാണ്. ഡേവിഡ് മലോഫിന്റെ ആൻ ഇമാജിനറി ലൈഫ് എന്ന് പറയുന്നത് ഏത് പോയറ്റിന്റെ എക്സൈലിനെ കുറിച്ച് പറയുന്ന ഒരു ബുക്കാണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഓവിഡ് ഓവിഡ് എന്ന് പറയുന്ന പ്രശസ്തനായിട്ടുള്ള റോമൻ എംപയറിൽ ഉണ്ടായിരുന്ന ആളാണ് ഓവിഡ്. അദ്ദേഹത്തിന്റെ എക്സൈലിനെ കുറിച്ചാണ് ഈ പുസ്തകം പറയുന്നത്. പാട്രിക് വൈറ്റ്സ് നോവൽ വോസ് centers thematically on an expedition into the harsh Australian interior. Okay. The Jindivorbak movement, drawing on Aboriginal words and imagery, relates to which national literature? ഓസ്ട്രേലിയൻ ലിറ്ററേച്ചറിലാണ് ഈ മൂവ്മെന്റ് വരുന്നത്. ഓസ്ട്രേലിയാസ് പ്രീമിയർ ഫിക്ഷൻ പ്രൈസ് നെയ്മഡ് ആഫ്റ്റർ എ പൈനിയറിംഗ് വിമൻ നോവലിസ്റ്റ് ഈസ്. ഓസ്ട്രേലിയയിലെ പൈനിയറിംഗ് വിമൻ നോവലിസ്റ്റ് ആരാന്ന് ചോദിച്ചാൽ മെയിൽസ് ഫ്രാങ്ക്ലിൻ അവാർഡ്. മെയിൽസ് ഫ്രാങ്ക്ലിനാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു റൈറ്റർ. ഓക്കെ. അവരെഴുതിയ വർക്കിന്റെ പേര് മൈ ബ്രില്യൻ കരിയർ എന്നുള്ളതാണ്. ഓക്കെ. ജാക്ക് ഡേവിസ്, ഓഡ്ഗെറോ നൂനിക്കൽ ആൻഡ് കെവിൻ ഗിൽബർട്ട് are pioneering figures in which literary tradition? Aboriginal Australian literature. Kevin Gilbert's play The Cherry Pickers is significant as. എന്തുകൊണ്ട് ഇത് സിഗ്നിഫിക്കൻ്റ് ആവുന്നു? The first play published by an Aboriginal Australian playwright. In a matching question pairing writers with nationality alongside Godimer, Atwood and Hulme, Patrick White's nationality is. എവിടെ നിന്നാണ് പാട്രിക് വൈറ്റ് വന്നിട്ടുള്ള? ഓസ്ട്രേലിയ എന്നാണ്. പാട്രിക് വൈറ്റ് വാസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ മോഡേണിസം ഓഫ് വിച്ച് ടു ഏർലി റൈറ്റേഴ്സ്. അപ്പോൾ അവിടെ ഒരു കണക്ഷൻ നമുക്ക് കാണാം. ജെയിംസ് ജോയ്സ് ആൻഡ് DH ലോറൻസ് ആണ് അദ്ദേഹത്തിനെ കണ്ടിട്ടുള്ള ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള, പാട്രിക് വൈറ്റ് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ഇംഗ്ലീഷ് റൈറ്റേഴ്സ് എന്ന് പറയുന്നത്. ജെയിംസ് ജോയ്സ് ഏത് കാലഘട്ടത്തിൽ? 1920-കളിലും ലോറൻസ് ഏകദേശം അതേ കാലഘട്ടത്തിലുള്ള. കഴിഞ്ഞ ഒരു 2 ക്ലാസ്സിന് മുൻപേ നമ്മൾ മോഡേണിസ്റ്റ് റൈറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്ന വീഡിയോയിൽ തന്നെ സൈഡിൽ പ്ലേലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. ആ പ്ലേലിസ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴത്തേക്ക് പോവാം. അതിൽ നിങ്ങൾക്ക് മോഡേണിസം എന്ന് പറഞ്ഞിട്ട് കുറേ, മോഡേണിസം മാത്രമല്ല നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ പറ്റും. യു ക്യാൻ ചെക്ക് ഔട്ട്. അവിടെ ജെയിംസ് ജോയ്സിനെയും ലോറൻസിനെയൊക്കെ കുറിച്ച് പറയുന്ന ഒരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. Which sentence forms one of the shortest chapters in literary history from Faulkner, As I Lay Dying? ഏത് സെന്റൻസ് ആണെന്ന് ചോദിക്കുന്നത്? മൈ മദർ ഈസ് എ ഫിഷ്. ഇൻ മെൽവിൽസ് മോബിഡിക്, മോബിഡിക് എന്ന് പറയുന്ന ഹെർമൻ മെൽവിലിന്റെ ബുക്കിൽ ഇവരെ തിമിംഗലത്തിനെയൊക്കെ പിടിക്കാൻ പോകുന്ന കഥയാണ്. ക്യാപ്റ്റൻ അഹബ്സ് tragic obsession is most closely attributed to his what? ക്യാപ്റ്റൻ അഹബാണ് ഇതൊക്കെ ഈ കപ്പൽ കൊണ്ടുപോകുന്ന ആള്. അപ്പൊ അയാളുടെ ഈ ഒരു ഒബ്സഷനാണ് ട്രാജഡിയിലേക്ക് കൊണ്ടുപോകുന്നത്. എന്താണ് ഈ ഒബ്സഷനുള്ള കാരണം? പ്രൈഡ്. അയാളുടെ സ്വന്തം പ്രൈഡാണ് ഇതിലേക്കൊക്കെ കുഴി തോണ്ടി എടുക്കുന്നത്. ഓക്കെ. കാരണം ഇവര് പിടിക്കാൻ പോകുന്ന വെയിൽ ഉണ്ടല്ലോ, WHO വെയിൽ, അത് ഒരു കാറ്റസ്ട്രോഫിയിലേക്ക്, ഒരു പ്രശ്നത്തിലേക്കാണ് ഇവരെ കൊണ്ടുപോയി എത്തിക്കുന്നത്. അപ്പൊ ഇയാൾക്കാണെങ്കിൽ തിരിച്ചു പോരാനും അത്രയ്ക്ക് താല്പര്യമില്ല. അപ്പൊ പ്രൈഡ് കാരണമാണ് പോകുന്നത്. ഹൗ മെനി ബുക്സ് ഈസ് ഹെമിംഗ്വേസ് എ ഫെയർവെൽ ടു ആംസ് ഡിവൈഡഡ് ഇൻ ടു? എ ഫെയർവെൽ ടു ആംസ് എത്ര പാർട്ടുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്? 5 എന്നുള്ളതാണ് ഉത്തരം. 5. എന്താണ് ഇതിന്റെ ഒരു ബേസിക് ഐഡിയോളജി? ഇറ്റ്സ് ഇൻ ദ വാർ ടൈം റൊമാൻസ് ബിറ്റ്വീൻ ഫ്രെഡറിക് ഹെൻറി ആൻഡ് കാത്രീൻ ബർഗ്. ഇവർ തമ്മിലുള്ള ഒരു സ്നേഹബന്ധത്തിനെ കുറിച്ചാണ് ഇത് കാണിക്കുന്നത്. വാർ ടൈം റൊമാൻസ്. വിച്ച് തിയേറ്റർ ഗ്രൂപ്പ് ഡിഡ് ക്ലാസ്പെൽ ആൻഡ് ഓനെയിൽ ഫൗണ്ട് ഇൻ 1915 ടു ചാലഞ്ച് ബ്രോഡ്വേ കൊമേഴ്ഷ്യൽ കൺട്രോൾ? ദ പ്രിൻസ് ടൗൺ പ്ലേയേഴ്സ് എന്നുള്ളതാണ് ഗ്യാസ്പെല്ലും അതുപോലെ ഓനെയിലും കൂടി കൂടിച്ചേർന്നുണ്ടാക്കിയ തിയേറ്റർ ഗ്രൂപ്പ് എന്ന് പറയുന്നത്.
ഇത് ബേസിക്കലി ഏർലി എക്സ്പെരിമെന്റൽ അമേരിക്കൻ ഡ്രാമയായിട്ടാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുക. Which novelist created the five-book Leather Stocking series featuring frontiersman Natty Bumppo? ഇത് ഇമ്പോർട്ടൻ്റ് ഒരു ക്യാരക്ടറാണ്. അപ്പോൾ നോവലിസ്റ്റ് ആരാണ്? ജെയിംസ് ഫെനിമോർ കൂപ്പർ എന്നുള്ളതാണ് ഇവിടുത്തെ നോവലിസ്റ്റിന്റെ പേര്. ഇതൊരു 5-book ലെതർ സ്റ്റോക്കിംഗ് സീരീസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. Who is credited with coining the term the Gilded Age for the era after 1870? മാർക്ക് ട്വെയിൻ ആണ് ദ ഗിൽഡഡ് ഏജ് എന്ന് പറയുന്ന ഈ ഒരു ടേം കോയിൻ ചെയ്യുന്നത്. ഓക്കെ, ട്വെയിൻ co-authored the 1873 satirical novel The Gilded Age with Charles Dudley Warner giving the era its lasting name. അപ്പൊ ഇത് എഴുതുന്നതിൻ്റെ ഒപ്പമാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ടേം കൂടെ കോയിൻ ചെയ്യുന്നത്. The self-composed epitaph on Emily Dickin's tombstone reads കോൾഡ് ബാക്ക്. എമിലി ഡിക്കിൻസൺ അവരുടെ മരണത്തിന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ എപ്പിതാഫിൽ ആയിട്ട് എഴുതി വെച്ചിരിക്കുന്ന വരിയായിരുന്നു കോൾ ബാക്ക് എന്നുള്ളത്. അതായത് വന്നു തിരിച്ചുപോയി എന്നുള്ള അർത്ഥത്തിലാണ് അത് എഴുതുന്നത്. അവരുടെ ടോം സ്റ്റോൺ അല്ലെങ്കിൽ കല്ലറയിൽ വെക്കുന്ന കല്ല്. അലൻ ഗിൻസ്ബർഗ് ഡെഡിക്കേറ്റഡ് ഹോൾ വർക്കിന്റെ പേരാണ് ടു വിച്ച് ഫെല്ലോ റൈറ്റർ മെറ്റ് ഡ്യൂറിങ് എ സൈക്കാട്രിക് ഹോസ്പിറ്റലൈസേഷൻ. കാൾ സോളമന് വേണ്ടിയിട്ടാണ് ഇത് എഴുതി കൊടുക്കുന്നത്. Who is credited with coining the lost generation for the delusion post World War I expatriate writers? ജെർട്രൂഡ് സ്റ്റെയിൻ ആണ് കോയിൻ ചെയ്തത് ദ ലോസ്റ്റ് ജനറേഷൻ എന്ന് പറയുന്നത് ആഫ്റ്റർ വേൾഡ് വാർ I. വേൾഡ് വാർ I ശേഷം ലോകം തന്നെ മാറുന്നുണ്ട്. എലിയറ്റൊക്കെ ആ കവിത എഴുതാൻ കാരണം പോലും വേൾഡ് വാർ I ആണ്. ഓക്കെ, ഫ്രെഡറിക് ജാക്സൺ ടേണേഴ്സ് അതൊറ്റ ആളുടെ പേരാണ്. ഫ്രണ്ടിയർ തീസിസ് ആർഗ്യൂസ് ദാറ്റ് ദ ഫ്രണ്ടിയർ വാസ് ദ സിംഗിൾ ഗ്രേറ്റസ്റ്റ് ഡിറ്റർമിനന്റ് ഷേപ്പിംഗ് അമേരിക്കൻ സിവിലൈസേഷൻ. അപ്പൊ അദ്ദേഹത്തിന്റെ റൈറ്റിംഗിൽ ഇത് വരാൻ കാരണം ടേണേഴ്സ് 1893 തീസിസ്, ഇതിലൊരു തീസിസ് ബേസ്ഡ് ആണ് വരുന്നത്. ആർഗ്യൂഡ് ദ വെസ്റ്റ്വേർഡ് ഫ്രണ്ടിയർ എക്സ്പീരിയൻസ് ഫോർജ്ഡ് ദ അമേരിക്കൻ നാഷണൽ ക്യാരക്ടർ. അപ്പോൾ ഒരു സമൂഹം, ഒരു കൾച്ചർ, ഒരു നേഷനെയൊക്കെ ഫോർജ് ചെയ്യാൻ, എടുത്തു മാറ്റാൻ, കള്ളത്തരം കാണിക്കാൻ പാകത്തിലൊക്കെ ഇതൊക്കെ എടുത്തു വെക്കുന്നു എന്നുള്ളതാണ് ടേണർ പറയുന്നത്. പിറ്റ്മാൻസ് എലിജി ഓ ക്യാപ്റ്റൻ മൈ ക്യാപ്റ്റൻ മോൺസ് ദ ഡെത്ത് ഓഫ് എബ്രഹാം ലിങ്കൺ. എബ്രഹാം ലിങ്കൺ അമേരിക്ക അല്ലെങ്കിൽ ലോകം കണ്ട ഏറ്റവും നല്ല ഒരു എന്താ പറയുക പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷമാണ് വിറ്റ്മാൻ ഓ ക്യാപ്റ്റൻ മൈ ക്യാപ്റ്റൻ എന്ന് പറയുന്ന കവിത എഴുതുന്നത്. അദ്ദേഹത്തിന് ഡെത്തിൽ സങ്കടപ്പെട്ടുകൊണ്ട്. കാരണം ലിങ്കൻ കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്, മരിക്കുകയായിരുന്നില്ല. അദ്ദേഹം ഈ സോൾജറി അല്ലെങ്കിൽ എന്താ പറയുക അടിമത്തം, അതിനൊക്കെ എതിരെ സംസാരിച്ച ആളായിരുന്നു. അങ്ങനെയാണ് ഒരാൾ വന്നിട്ട് ഒരു പ്രസംഗത്തിന്റെ ഇടയിൽ നമ്മുടെ ലിങ്കനെ കൊല്ലുന്നത്. ഇൻ Scarlet Letter, which meanings does the letter A accumulate beyond its initial branding? Adultery, able, and angel. Okay. Which short story is not written by Hawthorne? Nathaniel Hawthorne. Fully famous on. Despite appearing alongside his genuine tales. നോട്ട് റിട്ടേൺ ആണ് ഇരിക്കുന്നത്. ഇതിൽ എഴുതാത്തത് ഏത്? ദ പെർലോയിൻഡ് ലെറ്റർ. ഇനി എന്താണ് ഇതിന് കാരണം? ദ പെർലോയിൻ ലെറ്റർ ഈസ് റിട്ടൺ ബൈ എഡ്ഗർ അലൻ പോ. പോയിന്റെ ഒരു പ്രധാനപ്പെട്ട കവിതയാണ് റേവൻ എന്ന് പറയുന്ന കാക്കയെ കുറിച്ചിട്ടുള്ള കവിത. ഒരാൾ വെറുതെ ഈ റൂമിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കാക്ക വന്നിട്ട് ആ റൂമിൽ എത്തുന്നതാണ് റേവൻ എന്ന് പറയുന്ന കവിത. Which two American writers are mostly closely associated with the 1920s jazz age in fiction? Ernest Hemingway and F. Scott Fitzgerald. ജാസ് ഏജ് ഫിക്ഷൻ 1920s ഹെമിംഗ്വേ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും അല്ലേ? ഫിറ്റ്ജെറാൾഡിന്റെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള വർക്കാണ് ദ ഗ്രേറ്റ് ഗാറ്റ്സ്ബൈ എന്ന് പറയുന്നത്. അതൊരു ഇംഗ്ലീഷിലെ സിനിമയായിട്ടുണ്ടായിരുന്നു. ഓക്കെ, അറ്റ് ദ എൻഡ് ഓഫ് ദ ഗ്രേറ്റ് ഗാറ്റ്സ്ബൈ നിക്ക് ഓൾസ്റ്റോൺ
ആൻഡ് ഡെയ്സി കെയർലെസ് പീപ്പിൾ ബിക്കോസ് ദേ, അതായത് ടോമിനെയും ഡെയ്സിനെ നോക്കി നിക്ക് പറയുന്നത് എന്തായിരുന്നു? എന്തുകൊണ്ടാണ് അത് പറയുന്നത്? ബിക്കോസ് ടോം ആൻഡ് ഡെയ്സി റിട്രീറ്റ് ഇൻ ടു വെൽത്ത്, ലെറ്റിംഗ് അതേഴ്സ് പേ ഫോർ ദ ഡാമേജ് ദേ കോസ്. ഇവരുണ്ടാക്കുന്ന പ്രശ്നത്തിനൊക്കെ മറ്റുള്ളവരെ അനുഭവിക്കട്ടെ എന്നുള്ളത് പറയുന്നതുകൊണ്ടാണ് കെയർലെസ് പീപ്പിൾ എന്ന് വിളിക്കുന്നത്. ജൂതൻ ബൈ ഓം പ്രകാശ് വാൽമീകി, എ ലാൻഡ്മാർക്ക് ദളിത് ലിറ്റററി ടെക്സ്റ്റ് ഈസ് വിച്ച് റോണർ. അത് ഓട്ടോബയോഗ്രഫിയിൽ വരുന്നതാണ് വാൽമീകിയുടെ. 1997 ഇത് ഇറങ്ങുന്നത്. കാസ്റ്റ് ഡിസ്ക്രിമിനേഷനെ കുറിച്ചാണ് ദളിത് ഓട്ടോബയോഗ്രഫി ആയിട്ട് ഓം പ്രകാശ് വാൽമീകി ജൂതൻ എഴുതുന്നത്. വിജയ് ടെണ്ടുൽക്കേഴ്സ് സൈലൻസ്, ദ കോർട്ട് ഈസ് ഇൻ സെഷൻ. ഇത് വാസ് ഒറിജിനലി റിട്ടൺ ഇൻ വിച്ച് ലാംഗ്വേജ്? മറാത്തിയിലാണ് ഇത് ആദ്യമായിട്ട് ഫസ്റ്റ് എഴുതുന്നത്. എന്താണ് ഇത് പറയാൻ ശ്രമിക്കുന്നത്? ഇറ്റ് ക്രിട്ടിക്സ് സോഷ്യൽ ഹൈപ്പോക്രസി ത്രൂ എ മോക്ക് ട്രയൽ ഫ്രെയിമിംഗ് ഡിവൈസ്. മോക്ക് ട്രയൽ ഫ്രെയിമിംഗ് ഡിവൈസ് വെച്ചിട്ട് പറയുന്നു. വിച്ച് ഇന്ത്യൻ ഇംഗ്ലീഷ് നോവലിസ്റ്റ് കമ്പൈൻസ് ആന്ത്രപ്പോളജി, ഹിസ്റ്ററി ആൻഡ് ഫിക്ഷൻ ഇൻ ഹിസ് വർക്ക്? അമിതാവ് ഘോഷാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പാർട്ടീഷൻ നോവൽ? അപ്പൊ പാർട്ടീഷൻ നോവൽ അല്ലാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം പാർട്ടീഷൻ നോവലാണ് എന്നുള്ളതാണ് അതിനർത്ഥം. ഇൻ കസ്റ്റഡി എന്നുള്ളതാണ്. അത് അനിതാ ദേശായിയുടെ ബുക്കാണ്. ഓക്കെ. ഇറ്റ് ഫോക്കസ് ഓൺ ദ ഡിക്ലൈൻ ഓഫ് ഉറുദു പോയട്രി, നോട്ട് ദ പാർട്ടീഷൻ. ഉറുദു പോയട്രിയെ കുറിച്ചിട്ടുള്ള വർക്കാണ് ഇൻ കസ്റ്റഡി എന്ന് പറയുന്നത്. ഹു ട്രാൻസ്ലേറ്റഡ് കർണാഡ്സ് കന്നഡ പ്ലേ ഹയവദന ഇൻ ടു ഇംഗ്ലീഷ്? കർണാട് തന്നെയാണ് ചെയ്യുന്നത്. നമ്മളൊരു 4 ദിവസം മുൻപത്തെ ഒരു ഇതിൽ ഇന്ത്യൻ റൈറ്റേഴ്സിനെ കുറിച്ചൊരു പ്ലേ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു, വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവർക്ക് കണ്ടു നോക്കാം. അതിൽ ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റേഴ്സിന്റെ കുറെ ചോദ്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബൈ കോമൺ ക്രിട്ടിക്കൽ കൺസെന്റ്, ദ ഫസ്റ്റ് നോവൽ ഇൻ ഇംഗ്ലീഷ് പബ്ലിഷ്ഡ് ബൈ ആൻ ഇന്ത്യൻ ഈസ് രാജ്മോഹൻസ് വൈഫ് ബൈ ബങ്കിം ചന്ദ്ര ചത്തോപാധ്യായ്. ഫസ്റ്റ് നോവൽ ഇൻ ഇംഗ്ലീഷ് പബ്ലിഷ്ഡ് ബൈ ആൻ ഇന്ത്യൻ എന്ന് പറയുന്നത് 1864 ഇത് എഴുതപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പിന്നീട് മുന്നിലേക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. സീരിയലൈസ്ഡ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിലും കൽക്കട്ട മാഗസീനിലാണ് ഇത് വന്നിട്ടുള്ളത് ആദ്യം. വിച്ച് ഇന്ത്യൻ ഇംഗ്ലീഷ് നോവലിസ്റ്റ് ഈസ് നോട്ടഡ് ഫോർ എ സിംഗിൾ റിക്കറിംഗ് ഐഡന്റിഫയബിൾ ഫിക്ഷണൽ ലൊക്കേൽ അക്രോസ് ഹിസ് ഫിക്ഷൻ? ആർ.കെ. നാരായൺ. മാൽഗുഡി ഡേയ്സ് ഒക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കും. ദ ഫത്വ issued against Salman Rushdie followed the publication of his novel Satanic Verses. അതിൽ ഒരു പ്രത്യേക മതവിഭാഗത്തിനെ കളിയാക്കുന്നു, സറ്റാറൈസ് ചെയ്യുന്നു, അവരെ മോശം പറയുന്നു എന്നുള്ളത് പറഞ്ഞുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഫത്വ കൊടുക്കുന്നത് അദ്ദേഹത്തിന്. ആയത്തുള്ള ഖുമൈനിയാണ് അദ്ദേഹത്തിന് ഫത്വ കൊടുക്കുന്നത്. Who wrote the poem Our Casuarina Tree? തോറദത്താണ് കാഷ്രീന ട്രീ എന്ന് പറയുന്നത് എഴുതുന്നത്. എന്താണ് ഇതിൽ പറയുന്നത്? ഇറ്റ് മെഡിറ്റേറ്റ്സ് ഓൺ മെമ്മറി ആൻഡ് മോർട്ടാലിറ്റി ത്രൂ ദ ഇമേജ് ഓഫ് എ ട്രീ ഇൻ ഹെർ ഫാമിലി ഗാർഡൻ. ആഫ്റ്റർ റിട്ടേണിംഗ് ഫ്രം ഇംഗ്ലണ്ട് ഇൻ 1893, അരവിന്ദോ ടോട്ട് വിച്ച് സബ്ജക്ട് അറ്റ് ബറോഡ കോളേജ്? ഇംഗ്ലീഷാണ് അരവിന്ദോ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. Which major Indian literary award, unlike the Sahitya Academy Award, historically went only to regional language writers? ജ്ഞാനപീഠ അവാർഡും സാധാരണ റീജിയണൽ ലാംഗ്വേജ് റൈറ്റേഴ്സിലേക്ക് കൊടുക്കുന്നുണ്ട്. Who narrates Kamala Markandeya's novel Nectar in a Sea? ആരാണ് കമല മാർക്കണ്ഡേയയുടെ നെക്ടർ ഇൻ എ സീവ് എന്ന് പറയുന്ന ബുക്കിലെ നറേറ്ററായിട്ട് വർക്ക് ചെയ്യുന്നത്? രുക്മിണി എന്ന് പറയുന്ന ലേഡിയാണ്. ഷീസ് എ പുവർ സൗത്ത് ഇന്ത്യൻ ഫാമേഴ്സ് വൈഫ്. റൂറൽ ഹാർഡ്ഷിപ്പിനെ പറ്റിയിട്ട്, റിസൈലൻസിനെ പറ്റിയിട്ട്, ഒരു സാധാരണ ജീവിതം നാട്ടിൻ പ്രദേശത്ത് എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ പറയുന്ന ഒരു വർക്കാണത്. Which of the following does not have the Naxalite movement as a significant background? നക്സലൈറ്റ് മൂവ്മെന്റ് പറയാത്ത ബുക്ക് ചെയ്ത് ഇപ്പൊ ബാക്കിയുള്ളതൊക്കെ നക്സലൈറ്റ് മൂവ്മെന്റ് പറയുന്നതാണ്. ദ ഷാഡോ ലൈറ്റ്സ്. നമ്മളിത് 2 ചോദ്യം മുൻപ് കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പാർട്ടീഷനെ കുറിച്ച് പറയുന്ന ഒരു ബുക്കും കൂടിയാണ്. അത് പാർട്ടീഷനെ കുറിച്ച് പറയുന്ന ബുക്ക് ആയതുകൊണ്ട് ആണെന്നുള്ള ചോദ്യം അവിടെ കറക്റ്റ് ആവുന്നതുകൊണ്ടാണ് ഇവിടെ നക്സലൈറ്റ് ബുക്ക് അല്ലാതായത് മാറുന്നത്. ഷാഡോ ലൈൻസ് എഴുതിയത് അമിതാവ് ഘോഷാണ്.
Who is credited as the first translator of the Bhagavad Gita into English? 1785. ചാൾസ് വിൽക്കിൻസ് ആണ് ആദ്യമായി ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്യുന്നത്. ജി വി ദേശാനി's experimental novel All About H. Hatter is written chiefly in which narrative mode? Stream of consciousness. നമ്മുടെ ജെയിംസ് ജോയ്സ് ഒക്കെ എഴുതിയ അതേ മോഡലിലാണ് എഴുതിയിട്ടുള്ളത്. സോ തൽക്കാലം ഇന്നത്തെയും ഈ ഒരു വീഡിയോയും നമ്മൾ സ്റ്റോപ്പ് ചെയ്യാണ്. നാളെ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവരും സെറ്റ് പാസ്സാവുക. ഓക്കെ, വീഡിയോ ഇഷ്ടമായെങ്കിൽ കൂട്ടുകാരന് അയച്ചു കൊടുക്കാൻ ശ്രമിക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. സോ സ്റ്റോപ്പ് ചെയ്യാണ്. അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവരും നന്നായിട്ട് പരീക്ഷയ്ക്ക് പഠിക്കുക. താങ്ക് യു.